വണ്ണം വയ്ക്കാനായിട്ട് ഒരു തരത്തിലും സാധിച്ചിട്ടില്ല എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ഗെയിന് സഹായിക്കുന്ന ഒരു മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബനാന ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വണ്ണം വയ്ക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്കെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഒരു 3 months കൊണ്ട് നമ്മുടെ വെയിറ്റിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇൻക്രീസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള മറ്റുള്ള ഫുഡും കഴിക്കുക, ചെറിയ രീതിയിൽ എക്സസൈസും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴത്തിന് പകരമായിട്ട് വേറെ ഒരു പഴവും എടുത്തിട്ട് ഇതേ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏത്തപ്പഴം തന്നെ വേണം എടുക്കാനായിട്ട്. ഏത്തപ്പഴം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ വെയിറ്റ് കുറവുള്ളവർക്കുണ്ട്. അനീമിയ തടയാൻ പറ്റും, അവരുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ എനർജി സോഴ്സാണ് ഏത്തപ്പഴം, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മിൽക്ക് ഷേക്ക് നിങ്ങൾ ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഏത്തപ്പഴം പഴുത്തത് നന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നന്നായിട്ട് പഴുത്തതായാൽ അത്രയും നല്ലതാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ട്, മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂടാനായിട്ടൊക്കെ നല്ലതാണ് നമ്മൾ ഡേറ്റ്സ് കഴിക്കുക എന്നുള്ളത്. ഡേറ്റ്സിൽ അയൺ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ 4 ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അത് കുരു കളഞ്ഞ് വേണം ഇതിലേക്ക് ഇടാനായിട്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബദാമാണ്. ബദാം ഒരു 6-7 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അങ്ങനത്തെ ബദാം വേണം എടുക്കാനായിട്ട്. ബദാമിന് പകരം നമുക്ക് കപ്പലണ്ടി കുതിർത്തതും ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ബദാം അല്ലെങ്കിൽ കപ്പലണ്ടി എടുക്കുക, അത് സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് പണ്ട് നല്ല വണ്ണക്കുറവായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ബദാം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ആ വണ്ണം ഒന്ന് വെച്ച് കിട്ടിയത്. സോ വണ്ണം ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ബദാം ഒന്ന് കഴിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരം വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ പഞ്ചസാര നമുക്ക് ഒഴിവാക്കി ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ മധുരം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ വലിയവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും മധുരം ചേർക്കണ്ട. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 1 ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാലാണ്. ഇത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ്. ഇത് നമ്മൾ മിക്സിയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത, നമുക്കൊരു 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം കാണാൻ പറ്റും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇതൊരു 2 ആഴ്ച നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. വെയിറ്റ് മാത്രമല്ല, ഓവറോൾ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പല അസുഖങ്ങളും കുറയുന്നതും മാറ്റം വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും വെയിറ്റ് കുറവുള്ളവരൊക്കെ, തീർച്ചയായിട്ടും ഹെൽത്ത് ബെറ്റർ അല്ലാത്തവരൊക്കെ ഇത് കഴിച്ചു തുടങ്ങുക. ഇനി ഇതെപ്പോഴാണ് കഴിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മറ്റ് ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ വയറ് നിറഞ്ഞൊരു ഫീല് തോന്നുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മറ്റ് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ഇത് നമുക്ക് ചായയ്ക്ക് പകരമായിട്ട് ഉണ്ടാക്കി കഴിക്കുക. മറ്റ് സ്നാക്സും ഒന്നും അപ്പോൾ കഴിക്കേണ്ടതല്ല. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഒരു എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടും. നമ്മുടെ വെയിറ്റും വയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. ഇടയ്ക്ക് നമ്മൾ വല്ലപ്പോഴും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കൂടണമെന്നില്ല. ഇത് ഏത് പ്രായക്കാർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മുതൽ നമുക്കിത് കൊടുക്കാം. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അളവ് നമുക്ക് കുറച്ച് ഒരു ചെറിയ ഏത്തപ്പഴം എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, അതായത് നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം ഡെയിലി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മളൊന്ന് വെള്ളം കുടിച്ച് നോക്കുക. അതുപോലെ ചിക്കൻ, മുട്ട, പഴങ്ങൾ, പച്ചക്കറികൾ, ഇപ്പോൾ
നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കനും മുട്ടയും ഒക്കെ കൂടി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഏതെങ്കിലുമൊക്കെ നമുക്ക് ഡെയിലി ആഹാരത്തിൽ മാറി മാറി ഉൾപ്പെടുത്തുക. അങ്ങനെ കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരു 2 ആഴ്ച നിങ്ങൾ അതേപോലെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വെയിറ്റിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ടോട്ടൽ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലും കുറച്ചൊരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റ്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ്സിലൂടെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് ഞാൻ അറിയുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.